ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർമാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പകരത്തിന് പകരം ചോദിച്ചിട്ടുണ്ട് ഹസൻ നസ്രുള്ള നയിക്കുന്ന ലെബനൻ സായുധ സംഘം. ഇസ്രായേലിന്റെ ഏത് ആക്രമണത്തിനും തിരിച്ചടി ഉറപ്പാണെന്ന് സയനിസ്റ്റുകളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഹിസ്ബുള്ള പരിപൂർണമായി വിജയിച്ചു. ഗസയിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങളെയും നിരപരാധികളായ സ്ത്രീജനങ്ങളെയും നിഷ്ഠൂരമായി കൊന്നൊടുക്കിയ ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ ഹിസ്ബുള്ളയുണ്ടെന്ന വിശ്വാസം ഫലസ്തീൻ ജനതയ്ക്ക് സമാശ്വാസം പകരുന്നു. നീതി നിഷേധിക്കപ്പെടുമ്പോൾ സത്യത്തിനൊപ്പം നിന്ന് പൊരുതാൻ ഹമാസും ഹിസ്ബുള്ളയുമുണ്ട്. ഇരുവിഭാഗത്തിൻ്റെയും ഇടവേളകളില്ലാത്ത പ്രതിരോധം ഫലസ്തീൻ ജനതയ്ക്ക് 10 മടങ്ങ് ശക്തി പകരുന്നതിനൊപ്പം സ്വന്തം മണ്ണിൽ ആത്മാഭിമാനത്തോടെ കാലൂന്നി നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഇസ്രായേലുമായി വിപുലമായ യുദ്ധമുണ്ടാകാനുള്ള സാധ്യത ഇനിയില്ല. അഥവാ സയനിസ്റ്റ് ഭീകരവാദികൾ ഇനിയും പോരിനിറങ്ങുകയാണെങ്കിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ആർജവത്തോടെ വിളിച്ചു പറയുകയാണ് ഹിസ്ബുള്ള ഡെപ്യൂട്ടി ലീഡർ ഷെയ്ഖ് നയീം ഖാസിം. നെതന്യാഹു ഇനി അധികാരത്തിൽ തുടരാൻ യോഗ്യനല്ലെന്ന് 67% ഇസ്രായേലി പൗരന്മാർ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ഷെയ്ഖ് നയീം ഖാസിമിന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളും ഗുരുതരമായ ആഭ്യന്തര തർക്കങ്ങളും നെതന്യാഹുവിന് തലവേദനയായിരിക്കെ മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കുകയെന്നത് ഇസ്രായേൽ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. ഇനി യുദ്ധത്തിനായി സയനിസ്റ്റുകൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തന്നെ ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ നാശങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. നിലവിൽ ഇസ്രായേലിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടെ മറ്റൊരു യുദ്ധത്തിന് കൂടി ഇസ്രായേൽ മുതിരില്ല എന്നത് ഹിസ്ബുള്ളയുടെ കൃത്യമായ വിലയിരുത്തലാണ്. പരസ്യമായി ഗസയിൽ കൂട്ടക്കൊല നടത്താൻ നെതന്യാഹു ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ മുതിർന്ന ജനറൽമാരുടെ ഭിന്നാഭിപ്രായങ്ങളും അവരുടെ നിലപാടും നെതന്യാഹുവിന് വിലങ്ങുതടിയാണ്. ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഹിസ്ബുള്ളയും ഹമാസും ബെയ്റൂത്തിൽ വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധി സംഘത്തെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുള്ള സ്വീകരിച്ചു. വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതി സംബന്ധിച്ചും ഗസ മുനമ്പിലെ ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം തടയാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്തു. ആവശ്യമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാ തലങ്ങളിലും തുടർച്ചയായ രാഷ്ട്രീയ ഏകോപനമുണ്ടാകുമെന്ന് ഊന്നിപ്പറയുകയാണ് ഹിസ്ബുള്ളയും ഹമാസും. ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ലബനനിലെ ഇസ്ലാമിക് ഗ്രൂപ്പിന്റെ നേതാക്കളുമായും ഹമാസ് പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇസ്രായേലുമായി യുദ്ധമുണ്ടായാൽ തന്നെ എന്തെല്ലാം പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടി വരുമെന്നത് സംബന്ധിച്ചും സംഘം ചർച്ച ചെയ്തു. പ്രത്യാഘാതമുണ്ടായാൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള വഴികളെക്കുറിച്ചും ഇരുവിഭാഗത്തിനും കൃത്യമായ ധാരണയുണ്ടെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിനിടെ ലെബനനിൽ നിന്ന് പടിഞ്ഞാറൻ ഗലീലിയിലേക്ക് 5 മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം തടയുന്നതിന്റെ ഭാഗമായി യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഫ്രഞ്ച് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ മുതിർന്ന US ഉദ്യോഗസ്ഥനായ അമോസ് ഹോൾസ്റ്റീൻ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചതായി വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിലവിലെ സംഘർഷം നയതന്ത്രപരമായി പരിഹരിക്കുകയെന്ന നിലപാടാണ് ഫ്രാൻസിനും US-നുമുള്ളതെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ അപകട സാധ്യത സംബന്ധിച്ചുള്ള ആശങ്ക സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ ലെബനനെ അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തലല്ലാതെ ഒരു ചർച്ചയുമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഹിസ്ബുള്ള പറയുന്നതിനോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കാനേ ഇസ്രായേലിനും അവരുടെ സഖ്യകക്ഷികൾക്കും സാധിക്കുകയുള്ളൂ. ഹമാസിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുക എന്നതാണ് ഇസ്രായേലിന് മുന്നിലുള്ള ഏക പോംവഴി. കാരണം ആക്രമണവും സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നതും ഇസ്രായേൽ തുടരുന്നിടത്തോളം കാലം തങ്ങളുടെ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ലീഡർ ഷെയ്ഖ് നയീം ഖാസിം വ്യക്തമാക്കുന്നത്. അതിനിടെ ജൂൺ 28 വരെ 31 സ്ത്രീകളും 12 കുട്ടികളും 21 ആരോഗ്യ പ്രവർത്തകരും 3 പത്രപ്രവർത്തകരുമടക്കം 98 സിവിലിയന്മാർ ലെബനനിൽ കൊല്ലപ്പെട്ടതായി UN ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം 10 മടങ്ങ് വർദ്ധിക്കുകയാണെങ്കിൽ വ്യാപകമായ പ്രത്യാഘാതങ്ങളെ പശ്ചിമേഷ്യ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിൽ തർക്കമില്ല.
ഹിസ്ബുള്ള തീവ്രവാദം മാത്രമാണ് പുറത്തെടുക്കുന്നതെന്ന് വിലയിരുത്തുന്ന പാശ്ചാത്യർ ഇസ്രയേലിന്റെ വംശഹത്യ അവസാനിപ്പിക്കാനുള്ള മാർഗമാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. എല്ലാ അന്യായമായ പ്രഹരങ്ങൾക്കും തിരിച്ചടിയുണ്ടാകുമെന്നത് തീർച്ചയാണ്. എല്ലാ കാലവും മർദ്ദിത ജനവിഭാഗമായി തുടരാൻ ഫലസ്തീനികൾക്ക് ഇനി സാധിക്കില്ല. അധിനിവേശത്തിനും സയനിസ്റ്റ് ഭീകരതയ്ക്കുമെതിരെ പ്രത്യാക്രമണത്തിന്റെ പ്രതിരോധ കോട്ട കെട്ടാൻ ഫലസ്തീനികൾക്ക് ഊർജം പകരുകയാണ് ഹിസ്ബുള്ളയും ഹമാസും. Waytonikah.com, the exclusive Muslim matrimonial site.